വാർത്തകൾ വിശദമായി. കണ്ണൂർ സ്കൂൾ കലോത്സവം രണ്ടാം ദിവസം സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിച്ചതോടെ വേദികൾ സജീവമായി. ഓരോ സ്റ്റേജുകളിലും ആവേശകരമായ മത്സരങ്ങളാണ് കാഴ്ചവെക്കുന്നത്. കൗമാരകലകളുടെ കലാമാമാങ്കത്തിന് പയ്യന്നൂരിൽ 2 ദിവസം പിന്നിടുമ്പോൾ വേദികളെല്ലാം നിറഞ്ഞ് സജീവമാവുകയാണ്. 16 വേദികളിലായി 319 ഇനങ്ങളിലായി മത്സരങ്ങൾ നടക്കുന്നത്. 15 ഉപജില്ലകളിൽ നിന്ന് 16,695 കുട്ടികളാണ് വേദിയിൽ മാറ്റുരയ്ക്കുന്നത്. UP, HS, HSS വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ഉപജില്ലകൾക്ക് ഓവറോൾ റോളിംഗ് ട്രോഫി നൽകും. ഓവറോൾ 1-2 സ്ഥാനം ലഭിക്കുന്ന ഉപജില്ലകൾക്ക് റോളിംഗ് ട്രോഫി നൽകും. സംസ്കൃതം, അറബിക് കലോത്സവത്തിൽ കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ഉപജില്ലകൾക്ക് റോളിംഗ് ട്രോഫി നൽകും. എല്ലാ വിഭാഗത്തിലെയും പോയിന്റ് കണക്കിലെടുത്ത് ഏറ്റവും കൂടുതൽ പോയിന്റുള്ള സ്കൂളിന് റോളിംഗ് ട്രോഫി ലഭിക്കും. 19-ാം തീയതി മുതൽ 23-ാം തീയതി വരെ നടക്കുന്ന ഈ കുട്ടികളുടെ മാമാങ്കത്തിൽ നല്ല സഹകരണവും എല്ലാ തലത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബഹുമാനപ്പെട്ട MLA ഫുൾ ടൈം ഇവിടെ നിന്നിട്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ MLA-യുടെയും DD-യുടെയും നേതൃത്വത്തിൽ എല്ലാ കമ്മിറ്റികളും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. 23-ാം തീയതി സമാപന സമ്മേളനം 4 മണിക്ക് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഷംസീർ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കാര്യങ്ങൾ നന്നായിട്ട് നാട്ടുകാരുടെ സഹകരണവും പയ്യന്നൂർ നിവാസികളുടെ സഹകരണവും ഓഫീഷ്യലായിട്ടുള്ള സഹകരണം ഒക്കെ ഉണ്ട്. ഏറ്റവും നന്നായിട്ട് പരിപാടികൾ മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം ആവറേജ് 1900 കുട്ടികൾ എന്നുള്ള നിലയിൽ 5 ദിവസമായിട്ട് 10,630 കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മേളയാണിത്. 23-ന് വൈകിട്ട് സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിക്കും.